ഫ്രാൻസിലെ റെയ്റാൻ നദിയിൽ 1952 നിർമ്മാണം തുടങ്ങി 1954 നിർമ്മാണം പൂർത്തിയായ ഒരു ആർച്ച് ഡാമായിരുന്നു മാൽപാസെറ്റ് അണക്കെട്ട്. ഈ ആർച്ച് ഡാമിന് 66 മീറ്റർ ഉയരവും 222 മീറ്റർ നീളവും ഉണ്ടായിരുന്നു. 1959 ഡിസംബർ 2-ാം തീയതി ഉച്ചയോടെ അധികമായി ഒഴുകിയെത്തിയ വെള്ളം തുറന്നുവിടാനായി ഡാമിന്റെ മേൽനോട്ടമുണ്ടായിരുന്ന ആന്ദ്രെ ഫെറോ എന്ന എഞ്ചിനീയർ അനുവാദം തേടിയെങ്കിലും വൈകുന്നേരം 6 മണി വരെ ഇതിനുള്ള അനുവാദം നിഷേധിക്കപ്പെട്ടു. ഡാമിന്റെ താഴെയായി നിർമ്മാണം നടക്കുന്ന ഹൈവേയുടെ നിർമ്മാണ സ്ഥലത്ത് വെള്ളം ഉയരും എന്നതായിരുന്നു ഇതിന് കാരണമായി പറഞ്ഞത്. അപ്പോഴേക്കും ജലത്തിന്റെ അളവ് ക്രമാതീതമായി ഉയർന്നിരുന്നു. പിന്നീട് വെള്ളം തുറന്നുവിട്ടപ്പോൾ ജലനിരപ്പ് സെന്റിമീറ്ററുകൾ പോലും താഴാനായി മണിക്കൂറുകളെടുത്തു. അമിതമായ വെള്ളത്തിന്റെ തള്ളലിൽ ഏതാനും ബ്ലോക്കുകൾ ഒഴികെ അണക്കെട്ടിന്റെ ബാക്കി ഭാഗങ്ങൾ മുഴുവൻ തകർന്നതോടെ 40 മീറ്ററോളം ഉയരത്തിലും 70 കിലോമീറ്ററോളം വേഗതയിലും താഴേക്ക് വെള്ളം കുത്തിയൊലിച്ചു. ഡാമിന് താഴെയുണ്ടായിരുന്ന 2 ഗ്രാമങ്ങൾ പൂർണ്ണമായും വെള്ളത്തിൽ മുങ്ങി. റോഡുകളും റെയിൽവേ ട്രാക്കുകളും കുത്തിയൊലിച്ചുപോയി. 423 പേർ ഈ ദുരന്തത്തിൽ മരണമടഞ്ഞു.